ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇന്നും സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. കേരളത്തിലെ മത പരിഷ്കരണ പ്രസ്ഥാനം എന്നൊരു ടോപ്പിക്കിനകത്ത് നമ്മളുടെ SNDP, NSS, യോഗക്ഷേമ സഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സമത്വ സമാജം, ഇങ്ങനെ നമ്മുടെ ബ്രഹ്മോത്യ സംഘം, ഇങ്ങനെയുള്ള ഇതിൻ്റെ മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിത് PSC പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് മതപരിഷ്കരണ പ്രസ്ഥാനം എന്നൊരു ടോപ്പിക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരുപാട് പോയിൻറ്റ്സ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കൃത്യമായിട്ട് കാണുക. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം SNDP എന്ന സംഭവവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. SNDP എന്ന് പറഞ്ഞൊരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ SNDP രൂപം കൊണ്ടത് 1903 മെയ് 15-നാണ്. SNDP രൂപം കൊണ്ടത് 1903 മെയ് 15. SNDPയുടെ ആദ്യകാല നാമം എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. അപ്പോൾ SNDP രൂപം കൊണ്ടത് 1903 മെയ് 15. ആദ്യകാല നാമം എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. ഓർമ്മിക്കണം, വാവൂട്ട് യോഗം. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ കേരള നവോത്ഥാനത്തിന് മുഖ്യ പങ്ക് വഹിച്ച സംഘടന എന്നറിയപ്പെടുന്നത് ഈ വാവൂട്ട് യോഗം എന്നറിയപ്പെട്ട പിൽക്കാലത്ത് നമ്മുടെ SNDP ആണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ കേരള നവോത്ഥാനത്തിന് മുഖ്യ പങ്ക് വഹിച്ച സംഘടന എന്നറിയപ്പെടുന്നത് SNDP എന്ന നമ്മുടെ ആദ്യകാല നാമമായ വാവൂട്ട് യോഗമാണ്. അപ്പം SNDP രൂപം കൊണ്ടത് 1903 മെയ് 15. SNDPയുടെ ആദ്യകാല നാമം എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. 20-ാം നൂറ്റാണ്ടിൽ കേരള നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവച്ച സംഘടന എന്നറിയപ്പെടുന്നത് SNDP. ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഈഴവർക്ക് പൊതുവിൽ മതസംബന്ധമായും ലൗകികമായും കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച സംഘടന അല്ലെങ്കിൽ സ്ഥാപിച്ച സംഘടന ഏതാണ്? അത് SNDP ആണ്. അപ്പോൾ പ്രത്യേകിച്ച് അറിയുന്ന ഈഴവർക്ക് പൊതുവിൽ മതസംബന്ധമായും ലൗകികമായും കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച സംഘടന ഏതാണ്? അത് SNDP ആണ്. അപ്പോൾ SNDP രൂപം കൊണ്ടത് 1903 മെയ് 15. അതിൻ്റെ ആദ്യകാല നാമം എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. 20-ാം നൂറ്റാണ്ടിൽ കേരള നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവച്ച സംഘടന എന്നറിയപ്പെടുന്നത് SNDP. ഈഴവർക്ക് പൊതുവിൽ മതസംബന്ധമായും ലൗകികമായും കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘടന ഏതാണ്? SNDP. സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്ന SNDP സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നമ്മുടെ തിരുവിതാംകൂറുകാരനും മൈസൂരിലെ ഫിഷങ്കരനുമായിരുന്ന ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ KM പൽപ്പു ആണ്. ഓർമ്മിക്കണം. അപ്പോൾ നമ്മൾ SNDP സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത തിരുവിതാംകൂറുകാരനായ മൈസൂർ ഫിഷങ്കരനായ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ KM പൽപ്പു. ഈ പൽപ്പുവിന് നിർദ്ദേശം നൽകിയത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ നമ്മുടെ SNDP രൂപം കൊണ്ട് 1903 മെയ് 15. ആദ്യകാല നാമം വാവൂട്ട് യോഗം. നമ്മളതൊക്കെ വാവൂട്ട് യോഗത്തിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കും. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ കേരള നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവച്ച സംഘടന SNDP. SNDPയുടെ ലക്ഷ്യം ഇതായിരുന്നു. പൊതുവിലുള്ള ലക്ഷ്യം ഈഴവർക്ക് പൊതുവിൽ മതസംബന്ധമായും ലൗകികമായും കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച സംഘടന അതാണ് SNDP. സ്ഥാപിക്കാൻ പരിശ്രമിച്ച തിരുവിതാംകൂറുകാരനും മൈസൂർ ഭിക്ഷങ്കരനുമായ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ KM പൽപ്പു. പൽപ്പുവിന് നിർദ്ദേശം നൽകിയതാരാണ്? നമ്മളുടെ സ്വാമി വിവേകാനന്ദനാണ്. ഓർമ്മിക്കണം, സ്വാമി വിവേകാനന്ദൻ. SNDP രജിസ്റ്റർ ചെയ്തത് 1903 മെയ് 15-നാണ്. അപ്പോൾ 1903 മെയ് 15-ന് SNDP രജിസ്റ്റർ ചെയ്തതിൻ്റെ ആദ്യ പ്രസിഡന്റ് അല്ലെങ്കിൽ ആജീവനാന്ത പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ഓർമ്മിക്കണം, ആജീവനാന്ത പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു. ഫസ്റ്റ് ജനറൽ സെക്രട്ടറി 1903 SNDP ആരംഭിക്കുമ്പോൾ SNDPയുടെ ആദ്യ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കുമാരനാശനും ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നതാണ് ഡോക്ടർ KM പൽപ്പുവാണ്. അപ്പോൾ SNDP രൂപം കൊണ്ടത് 1903 മെയ് 15. SNDPയുടെ ആദ്യകാല നാമം എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. 20-ാം നൂറ്റാണ്ടിൽ കേരള നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവച്ച സംഘടന ഏതാണ്? അത് SNDP. SNDPയുടെ ലക്ഷ്യം സംഘടന സ്ഥാപിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഈഴവർക്ക് പൊതുവിൽ മതസംബന്ധമായും ലൗകികമായും കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യം നിലനിർത്തി ആരംഭിച്ച സംഘടന ഏതാണ്? SNDP. SNDP സ്ഥാപിക്കാൻ പരിശ്രമിച്ച തിരുവിതാംകൂറുകാരനും മൈസൂർ ഫിഷങ്കരനായിരുന്ന വ്യക്തി ഡോക്ടർ KM പൽപ്പു. പൽപ്പുവിന് ഇങ്ങനെ ഒരു സംഘടന സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതാണ് സ്വാമി വിവേകാനന്ദൻ. ഇനി നമ്മളുടെ 1903 മെയ് 15-ന് രജിസ്റ്റർ ചെയ്ത SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ഫസ്റ്റ് ജനറൽ സെക്രട്ടറി കുമാരനാശൻ,
ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ കെ എം പൽപ്പു. ഇനി കുമാരനാശൻ ഏത് മുതൽ ഏതുവരെ ആയിരുന്നു വൈസ് പ്രസിഡന്റ് നമ്മുടെ ജനറൽ സെക്രട്ടറി? 1903 മുതൽ 1919 വരെ. പക്ഷേ പരീക്ഷയ്ക്കാണെങ്കിൽ തെറ്റിക്കാനായിട്ട് ചോദിക്കാം. 1905 ആരായിരുന്നു SNDPയുടെ ജനറൽ സെക്രട്ടറി? അപ്പം നമുക്ക് 1903 പഠിച്ച ആൾക്കാർ അതിൻ്റെ എത്ര വരെ എന്നുള്ളത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ 1903 മുതൽ 1919 വരെ SNDPയുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യകാലത്തെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന കുമാരനാശാനും SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ കെ എം പൽപ്പു. ഇനി SNDPയുടെ ആദ്യ മുഖപത്രം ഓർമ്മിക്കണം. ആദ്യ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. SNDPയുടെ ആദ്യ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയം. ഈ വിവേകോദയം പത്രം SNDP ആരംഭിച്ചത് ആരുടെ ഓർമ്മ നിലനിർത്താനാണ്? വിവേകാനന്ദൻ്റെ ഓർമ്മ നിലനിർത്താനാണ്. അപ്പം നമ്മൾ SNDP സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് തിരുവിതാംകൂറുകാരനും നമ്മളുടെ മൈസൂരിലെ ഫിഷങ്കറുമായിരുന്ന ഡോക്ടർ കെ എം പൽപ്പു. പൽപ്പുവിന് നിർദ്ദേശം നൽകിയ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. 1903 ഓർമ്മിക്കണം. SNDPയുടെ ആദ്യ മുഖപത്രം എന്നറിയപ്പെടുന്ന വിവേകോദയം. വിവേകോദയം ആരംഭിച്ചത് ആരുടെ ഓർമ്മ നിലനിർത്താനാണ്? വിവേകാനന്ദൻ. ഇനി ഇതിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപൻ എന്നറിയപ്പെടുന്നത് M ഗോവിന്ദനാണ്. ഗോവിന്ദൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടായിരുന്നു, കുമാരനാശൻ ഉണ്ടായിരുന്നു. അപ്പോൾ SNDP ആരംഭിച്ച അല്ലെങ്കിൽ ആദ്യത്തെ മുഖപത്രം എന്നറിയപ്പെടുന്ന വിവേകോദയം. ഈ വിവേകോദയം പത്രം ആരംഭിച്ചത് 1904. ഈ പത്രം അറിയപ്പെടുന്ന പേരാണ് ഈഴവ ഗസ്റ്റ് എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? വിവേകോദയമാണ്. അപ്പോൾ നമ്മളുടെ SNDP ആരംഭിച്ച പത്രം ഏതാണ്? വിവേകോദയം. വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപൻ എന്നറിയപ്പെടുന്ന M ഗോവിന്ദൻ. ഈ ഗോവിന്ദനൊപ്പം സഹായിച്ച വ്യക്തിയാരാണ്? കുമാരനാശൻ. അല്ലെങ്കിൽ നമ്മുടെ കുമാരനാശൻ ആദ്യകാലത്ത് ഏത് പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു വേണമെങ്കിൽ ചോദിക്കാം. നമ്മളുടെ വിവേകോദയം പത്രം. വിവേകോദയം പത്രം ആരംഭിച്ച ഏത് സംഘടനയാണ്? SNDP. ആരുടെ ഓർമ്മ നിലനിർത്താനാണ്? നമ്മളുടെ വിവേകാനന്ദൻ്റെ ഓർമ്മ നിലനിർത്താൻ. ഇനി ഈഴവ ഗസ്റ്റ് എന്നറിയപ്പെടുന്ന പത്രം ഓർമ്മയാണ്. ഈഴവ ഗസ്റ്റ് എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? അത് നമ്മളുടെ വിവേകോദയം. SNDPയുടെ ഇപ്പോഴത്തെ പത്രം ഏതാണ്? യോഗനാഥമാണ്. ഓർമ്മിക്കണം, യോഗനാഥം. അപ്പോൾ SNDP രൂപം കൊണ്ടത് 1903 മെയ് 15. ആദ്യകാലം നമ്മൾ വാവൂട്ടി യോഗം. ഓർമ്മിക്കണം, വാവൂട്ടി യോഗം. ഇനി SNDP സ്ഥാപിക്കാൻ നമ്മളുടെ തിരുവിതാംകൂർ കാരണം മൈസൂർ ഫിഷങ്കറുമായിരുന്ന വ്യക്തി ആരാണ് മുൻനിരയിൽ പ്രവർത്തിച്ചത്? നമ്മളുടെ ഡോക്ടർ കെ എം പൽപ്പു. പൽപ്പുവിന് ഇങ്ങനെ ഒരു സംഘടന സ്ഥാപിക്കാൻ മാർഗ്ഗനിർദ്ദേശം നൽകിയ നമ്മളുടെ സ്വാമി വിവേകാനന്ദൻ. SNDPയുടെ ആദ്യകാല മുഖപത്രം എന്നറിയപ്പെടുന്ന വിവേകോദയം. വിവേകോദയം പത്രം ആരംഭിച്ചത് 1904. അതിൻ്റെ നമ്മുടെ ആദ്യത്തെ പത്രാധിപൻ എന്നറിയപ്പെടുന്ന M ഗോവിന്ദനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുമാരനാശൻ. ഈഴവ ഗസ്റ്റ് എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? വിവേകോദയം. ഇനി നമ്മൾ പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ SNDPയുടെ പത്രം ഏതാണ്? യോഗനാഥമാണ്. ഇനി SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. അപ്പോൾ SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. SNDPയുടെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറമാണ്. അപ്പോൾ SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. SNDPയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറം. ആദ്യകാല നാമമായ വാവൂട്ടി യോഗം സ്ഥാപിച്ചത് എവിടെയാണ്? അത് അരുവിപ്പുറത്താണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് SNDPക്ക് ആദ്യമായിട്ട് SNDP നല്ല രൂപം കൊണ്ടത്. വാവൂട്ടി യോഗം എന്ന് പറഞ്ഞാൽ 1903 രൂപം കൊണ്ടു. ഇത് ആദ്യമായിട്ട് സ്ഥാപിച്ചതോടെയാണ് അരുവിപ്പുറം. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്ന വാർഷിക സമ്മേളനം നടന്ന അരുവിപ്പുറം. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കൊല്ലത്താണ്. ഇനി SNDPയുടെ ആദ്യ പൊതുയോഗം നടന്നതും അരുവിപ്പുറമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് കാരണം നമ്മളുടെ തെറ്റിക്കാനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആദ്യ വാർഷിക സമ്മേളനം ഒരിക്കൽ ചോദിച്ചിട്ട് അടുത്തുണ്ടെങ്കിൽ ആദ്യ പൊതുയോഗം എന്ന് ചോദിക്കാം. അപ്പോൾ SNDPയുടെ ആദ്യ വാർഷിക സമ്മേളനവും ആദ്യ പൊതുയോഗം നടന്നത് എവിടെയാണ്? അരുവിപ്പുറം. ഇനി SNDPയുടെ രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് N കുമാരനാണ്. ഓർമ്മിക്കണം, N കുമാരൻ. SNDPയുടെ മൂന്നാമത്തെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് CV കുഞ്ഞുരാമനാണ്. അപ്പോൾ SNDPയുടെ ആദ്യം ജനറൽ സെക്രട്ടറി നമ്മളുടെ കുമാരനാശനും, രണ്ടാമത്തത് N കുമാരനും, മൂന്നാമത്തത് CV കുഞ്ഞുരാമൻ. എല്ലാവരും കായുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആദ്യത്തെ കുമാരനാശൻ, രണ്ടാമത്തത് നമ്മളുടെ N കുമാരൻ, ഇനി മൂന്നാമത്തത് CV കുഞ്ഞുരാമനാണ്. ഇനി SNDP പിന്തുണ നൽകിയ പ്രക്ഷോഭം ഏതാണ്? SNDPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ SNDP പിന്തുണ പ്രഖ്യാപിച്ച പ്രക്ഷോഭം ഏതാണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പോൾ SNDP നേതൃത്വം നൽകിയ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകിയത് ഉത്തരവാദ പ്രക്ഷോഭമാണ്. അത് നമ്മൾ അക്കാമച്ചെറിയനൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകിയത് ഉത്തരവാദ പ്രക്ഷോഭം. ഇനി SNDPയുടെ ഓർമ്മിക്കണം, SNDP ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരള മുഖ്യമന്ത്രി ആയത് R ശങ്കറാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരള മുഖ്യമന്ത്രി ആയത് R ശങ്കർ. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നമ്മുടെ തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആയത് C കേശവനാണ്. അപ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരള മുഖ്യമന്ത്രി ആയത് R ശങ്കർ. R ശങ്കറിൻ്റെ ഒരു ന്യൂസ് പേപ്പർ പരീക്ഷയുടെ ചോദ്യമാണ്. ദിനമണി എന്ന പത്രം ആരംഭിച്ചാണ് R ശങ്കർ. ഇനി SNDP ജനറൽ സെക്രട്ടറി പദവി വഹിച്ചതിന് ശേഷം തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആയത് C കേശവൻ. SNDP ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചതിന് ശേഷം
കേരള PSC ചെയർമാനായത് VK വേലായുധനാണ്. VK വേലായുധനാണ് കേരള PSC ആദ്യ ചെയർമാൻ എന്നറിയപ്പെടുന്നത്. ഇനി SNDP രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ്? അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ്. അപ്പോൾ SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ്? അത് അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ SNDPയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മിക്കണം. ഞാൻ ഒരിക്കലും പറയേണ്ടത് നമുക്ക് അടുത്ത സംഘടനയായ NSSലേക്ക് അടക്കാം. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കാണും. അപ്പോൾ ഇത് കൃത്യമായിട്ട് കാരണം കേരളത്തിലെ മതപരിഷ്കരണ പ്രസ്ഥാനം ഓർമ്മിക്കണം. മതപരിഷ്കരണ പ്രസ്ഥാന ടോപ്പിക്കിനകത്ത് നിന്ന് ഇത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. നവോത്ഥാനം എന്നതിന് ഉപരിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരിക്കലും നോക്കിക്കോളൂ. അപ്പോൾ SNDP രൂപം കൊണ്ട് 1903 മെയ് 15 ആദ്യകാല നമ്മ വാവൂട്ടി യോഗം. 20-ാം നൂറ്റാണ്ടിൽ കേരള നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവച്ച സംഘടന. ഈഴവർക്ക് പൊതുസ്ഥലങ്ങളിൽ മതസംബന്ധമായും ലൗകികമായും കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പുരോഗതി നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘടന. ഇനി സ്ഥാപിക്കാൻ പരിശ്രമിച്ച നമ്മുടെ തിരുവിതാംകൂറുകാരനും മൈസൂർ ഫിഷൻകോറിനുമായിരുന്ന വ്യക്തി നമ്മളുടെ പൽപ്പൂരിൽ ഇങ്ങനെ ഒരു സംഘടന സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതാരാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. ഇനി നമ്മുടെ SNDP രജിസ്റ്റർ ചെയ്തത് 1903 മെയ് 15. SNDPയുടെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആജീവനാന്ത അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു. ഫസ്റ്റ് ജനറൽ സെക്രട്ടറി കുമാരനാശൻ 1903 മുതൽ 1919 വരെ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഡോക്ടർ KM പൽപ്പൂർ. SNDPയുടെ ആദ്യ മുഖപത്രം എന്നറിയപ്പെടുന്ന വിവേകോദയം. ആരംഭിച്ച വർഷം 1904. SNDPയുടെ ഓർമ്മിക്കുന്ന ഈ വിവേകോദയം പത്രം ആരംഭിച്ച ആരുടെ ഓർമ്മ നിലനിർത്താനാണ്? വിവേകാനന്ദൻ. ആദ്യകാല പത്രാധിപൻ എന്നറിയപ്പെടുന്നത് നമ്മളുടെ M ഗോവിന്ദനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുമാരനാശാനും. ഈഴവ ഗസ്റ്റ് എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഓർമ്മിക്കുന്നത് ഈഴവ ഗസ്റ്റ് എന്നറിയപ്പെടുന്ന വിവേകോദയം. ഇനി SNDPയുടെ ഇപ്പോഴത്തെ പത്രം എന്നറിയപ്പെടുന്ന യോഗാനാഥം. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? ഓർമ്മിക്കുന്നത് SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. SNDPയുടെ ആദ്യ വാർഷിക സമ്മേളനവും ആദ്യ പൊതുയോഗം നടന്നത് എവിടെയാണ്? അരുവിപ്പുറം. SNDPയുടെ ആദ്യ വാർഷിക സമ്മേളനം ആദ്യ പൊതുയോഗം നടന്ന എവിടെയാണ്? നമ്മുടെ അരുവിപ്പുറം. SNDPയുടെ ആദ്യകാല നാമമായ വാവൂട്ടി യോഗം സ്ഥാപിച്ചത് എവിടെയാണ്? അരുവിപ്പുറത്താണ്. വാവൂട്ടി യോഗം സ്ഥാപിച്ചതോടെയാണ് അരുവിപ്പുറത്ത്. ഇനി നമ്മുടെ SNDPയുടെ രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി N കുമാരൻ. SNDPയുടെ മൂന്നാമത്തെ ജനറൽ സെക്രട്ടറി നമ്മുടെ CV കുഞ്ഞിരാമൻ. SNDP പിന്തുണ പ്രഖ്യാപിച്ച പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം 1932. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകിയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഉത്തരവാദ പ്രക്ഷോഭം. SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരള മുഖ്യമന്ത്രിയായത് R ശങ്കറും. SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായത് C കേശവനും. SNDP യോഗം സെക്രട്ടറി ആയതിനു ശേഷം കേരള PSC ചെയർമാനായത് നമ്മുടെ VK വേലായുധൻ. SNDP രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ്? അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ്. ഇത് നമ്മുടെ SNDP ആണ്. നമ്മളെ ശ്രീനാരായണ ഗുരു എന്നുള്ള ടോപ്പിക്കല്ല. SNDPയുടെ നമ്മുടെ മതപരിഷ്കരണ പ്രസ്ഥാനത്തിൽ SNDP ആണ്. ഇനി നമുക്ക് അടുത്ത സംഘടനയായ NSSലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചോണം. അപ്പോൾ NSS രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31-നാണ്. അപ്പോൾ SNDP പറയാം 1903 മെയ് 15. NSS രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31. NSS രൂപീകരിച്ചത് എല്ലാവർക്കും അറിയാം നമ്മളെ മന്നത്ത് പത്മനാഭനാണ്. പക്ഷേ ആദ്യകാല ഇത് രൂപീകരണത്തിൽ നമ്മളെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഉദാഹരണം CRPF ചോദിക്കുന്നത്. CRPF രൂപം കൊണ്ടത് 1939-ലാണ്. അത് ആദ്യം CRP എന്നായിരുന്നു. അത് CRPF ആയി മാറിയത് 1949-ലാണ്. പക്ഷേ CRPF എന്ന് ചോദിക്കുമ്പോൾ ആൻസർ 1939 ആൻസർ. അതുപോലെ തന്നെയാണ്. അപ്പോൾ NSS രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31. സ്ഥാപിച്ചത് രൂപീകരിച്ചതാണ് മന്നത്ത് പത്മനാഭൻ. NSS രൂപീകരിച്ച ഓർമ്മിക്കണം. NSS രൂപീകരിച്ചത് എവിടെ വെച്ചാണ്? പെരുന്ന ചങ്ങനാശ്ശേരി കോട്ടയം. NSS രൂപീകരിച്ചത് എവിടെ വെച്ചു? പെരുന്ന ചങ്ങനാശ്ശേരി കോട്ടയം. ഇനി ആദ്യം ഓർമ്മിക്കണം. ആദ്യം രൂപം എന്നറിയപ്പെടുന്ന നായർ സമുദായ പിതൃ ജനസംഘം. ഓർമ്മിക്കണം. NSSന്റെ ആദ്യകാല രൂപം അല്ലെങ്കിൽ ആദ്യകാല നാമം എന്നറിയപ്പെടുന്നത് നായർ സമുദായ പിതൃ ജനസംഘം എന്നറിയപ്പെട്ട ഈ സംഘടനയാണ്. പിൽക്കാലത്ത് 1914 അല്ലെങ്കിൽ 15 മുതൽ 15-ലാണ് കറക്റ്റ് NSS ആയി മാറുന്നത്. ഇനി ഏതിൻ്റെ മാതൃകയിലാണ് NSS രൂപീകരിച്ചതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 ഗോപാലകൃഷ്ണൻ രൂപീകരിച്ച ആ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? അത് NSS ആണ്. നമുക്ക് ഈ സംഘടന എല്ലാം ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ എല്ലാ പ്രയാസങ്ങളും മാറും, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് തെറ്റിക്കും. അപ്പം NSS രൂപം കൊണ്ട് 1914 ഒക്ടോബർ 31. സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. ഇത് രൂപീകരിച്ചത് പെരുന്ന ചങ്ങനാശ്ശേരി കോട്ടയം. ആദ്യകാല നാമം ഓർമ്മിക്കണം. നായർ സമുദായ പിതൃ ജനസംഘം. നായർ സമുദായ പിതൃ ജനസംഘം ഏതിൻ്റെ മാതൃകയിലാണ് രൂപീകരിച്ചത്? നമ്മുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇനി
NSSന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പനും ആദ്യ വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആദ്യ വൈസ് പ്രസിഡന്റ് അല്ല ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ NSSന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും പറഞ്ഞു SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ആദ്യ സെക്രട്ടറി കുമാരനാസൻ, രണ്ടാമത്തത് കുമരൻ, മൂന്നാമത്തെ സെക്രട്ടറി CV കുഞ്ഞിരാമൻ, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഡോക്ടർ KM പൽപ്പു, SNDP ജനറൽ സെക്രട്ടറിന് ശേഷം കേരള മുഖ്യമന്ത്രിയായത് R ശങ്കറും, SNDP ജനറൽ സെക്രട്ടറിന് ശേഷം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായത് C കേശവൻ, SNDP നമ്മൾ ജനറൽ സെക്രട്ടറിന് ശേഷം കേരള PSC ചെയർമാനായിരുന്നു VK വേലായുധൻ. അപ്പോൾ അതൊരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ NSSന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഇനി മന്നത്ത് പത്മനാഭൻ്റെ ഓർമ്മിക്കണം, മന്നത്ത് പത്മനാഭൻ രംഗത്ത് വരുന്നതിന് മുമ്പ് ഈ നായർ സമുദായത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് CV രാമൻപിള്ളയും C കൃഷ്ണപിള്ളയാണ്. അപ്പോൾ NSSന്റെ നമ്മളുടെ മുന്നിൽ അല്ലെങ്കിൽ NSSന്റെ പ്രധാന നേതാവായിട്ട് നമ്മളുടെ മന്നത്ത് പത്മനാഭൻ കടന്നു വരുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ഇത് പ്രവർത്തിച്ചിരുന്നത് CV രാമൻപിള്ളയുണ്ട്, C കൃഷ്ണപിള്ള. ഇവർ പ്രവർത്തിച്ചിരുന്ന സംഘടന എന്നറിയപ്പെടുന്നത് മലയാളി സഭ എന്നറിയപ്പെട്ട കേരള നായർ സംഘടനയിലാണ്. അപ്പോൾ ഇത് ഓർമ്മിക്കണം, നമ്മൾ NSSന്റെ നായർ സമുദായത്തിന് വേണ്ടി മന്നത്ത് പത്മനാഭൻ കടന്നു വരുന്നതിന് മുമ്പ് പ്രവർത്തിച്ചാണ് CV രാമൻപിള്ളയാണ് C കൃഷ്ണപിള്ള. ഇവർ പ്രവർത്തിച്ച സംഘടന മലയാളി സഭ, ഓർമ്മിക്കണം, മലയാളി സഭ എന്നറിയപ്പെട്ട കേരളീയ നായർ സംഘടനയാണ്. ഓർമ്മിക്കണം, കേരളീയ നായർ സംഘടന 1915 നായർ ഫിദർ ജനസംഘം എന്തായിട്ട് മാറുന്നത് NSS ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓർമ്മിക്കണം, 1915 കറക്റ്റ് NSS എന്നുള്ള സംഘടന വർഷം PSC ചോദ്യം 1914 തന്നെയാണ്. അപ്പോൾ NSSന്റെ ആദ്യകാല നാമം ഓർമ്മിക്കണം, ആദ്യകാല നാമം നായർ സമുദായ ഫിദർ ജന സംഘം. ഈ നായർ സമുദായ ഫിദർ ജന സംഘം NSS ആയി മാറിയത് 1915. ഇതിൽ ഓർമ്മിക്കണം കണ്ണൻ മേനോൻ രൂപീകരിച്ച സംഘടനയാണ് ഉത്തര കേരള നായർ സമാജം. ഓർമ്മിക്കണം, ഉത്തര കേരള നായർ സമാജം ഇത് രൂപീകരിച്ചവിടെയാണ് തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു നമ്മളുടെ ഇനി അങ്ങോട്ടും പഠിക്കുക നായർ ഫിദർ ജന സംഘത്തിന് ആ പേരൊക്കെ കൊടുത്തത് ഈ കണ്ണൻ മേനോനാണ്. അപ്പോൾ ഓർമ്മിക്കണം, കണ്ണൻ മേനോൻ രൂപീകരിച്ച സംഘടന ഉത്തര കേരള നായർ സമാജം. ഉത്തര കേരള നായർ സമാജം ഇത് രൂപീകരിച്ചതോടെയാണ് തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലാണ്. അപ്പോൾ ഓർമ്മിക്കണം, കണ്ണൻ മേനോൻ രൂപീകരിച്ച സംഘടന ഉത്തര കേരള നായർ സമാജം ഇത് രൂപീകരിച്ചത് എവിടെയാണ്? തൃശ്ശൂരിലെ വടക്കാഞ്ചേരി. NSSന്റെ ലക്ഷ്യങ്ങൾ ഓർമ്മിക്കണം, നമ്മളിവിടെയും പറയും NSSന്റെ ലക്ഷ്യങ്ങൾ ജാതി വ്യത്യാസം ഇല്ലാതാക്കുക, നായർ സമുദായത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന താലികെട്ട് തുടങ്ങിയ ദുരാചാരങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ജാതി വ്യത്യാസം ഇല്ലാതാക്കുക, ഈ നായർ സമുദായത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന താലികെട്ട് നിർത്തൽ ചെയ്യുക, നായർ സമുദായത്തിലെ കൂട്ടുകുടുംബ സമ്പ്രദായം നിർത്തലാക്കുക. ഓർമ്മിക്കണം, അപ്പോൾ 3 കാരണങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ജാതി വ്യത്യാസം തടയുക, നായർ സമുദായത്തിലുണ്ടായിരുന്ന താലികെട്ട് നിർത്തൽ ചെയ്യുക, പ്ലസ് നായർ സമുദായത്തിലെ കൂട്ടുകുടുംബ സമ്പ്രദായം ഒഴിവാക്കുകയായിരുന്നു നമ്മുടെ NSSന്റെ ലക്ഷ്യം. ഇനി NSS സമുദായത്തിൻ്റെ ഓർമ്മിക്കണം, നമ്മുടെ NSSന്റെ ആദ്യ സ്കൂൾ ആരംഭിച്ചത് 1915 കോട്ടയിലെ കറുകാച്ചലിലാണ്. അപ്പോൾ NSSന്റെ ആദ്യ സ്കൂൾ ആരംഭിച്ചത് 1915 കോട്ടയം ജില്ലയിലെ കറുകാച്ചൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ NSSന്റെ ആദ്യ സ്കൂൾ ആരംഭിച്ചത് 1915 നമ്മളുടെ കോട്ടയം ജില്ലയിലെ കറുകാച്ചൽ ആരംഭിച്ചു. അതിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കെ കേളപ്പൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു NSS രൂപം കൊണ്ട് 1914 ഒക്ടോബർ 31 രൂപം കൊണ്ടു. ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ, ആദ്യ സെക്രട്ടറി നമ്മളുടെ മന്നത്ത് പത്മനാഭൻ. ഇവിടെ നമ്മൾ പറയും NSSന്റെ ആദ്യ സ്കൂൾ ആരംഭിച്ചത് 1915 കോട്ടയത്തിലെ കറുകാച്ചലിൽ ആരംഭിച്ചു. അതിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കെ കേളപ്പൻ. ഇനി NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് 1947 പെരുന്നയിലാണ്. ചങ്ങനാശ്ശേരി നമ്മൾ പറഞ്ഞതിൻ്റെ ഹെഡ് ക്വാർട്ടർ പെരുന്നയിലാണ്. അപ്പോൾ പെരുന്നയിൽ ആരംഭിച്ചു. അതിൻ്റെ ആദ്യ പ്രിൻസിപ്പൾ എന്നറിയപ്പെടുന്നത് TK നാരായണ അയ്യറാണ്. ഓർമ്മിക്കണം, TK നാരായണ അയ്യർ. ഇനി അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ NSS രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31. രൂപീകരിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. രൂപീകരിച്ചത് എവിടെയാണ്? പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയം. ആദ്യകാല നാമം നായർ സമുദായ ഫിദർ ജനസംഘം. ഏതിൻ്റെ മാതൃകയിലാണ്? നമ്മളുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് 1905 ഗോപാലകൃഷ്ണ ഗോഖലെ, അതിൻ്റെ മാതൃകയിൽ. ഇനി NSSന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ, ആദ്യ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന നമ്മളുടെ മന്നത്ത് പത്മനാഭൻ രംഗത്ത് വരുന്നതിന് മുമ്പ് ഇത് അല്ലെങ്കിൽ നായർ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ് CV രാമൻപിള്ളയുടെ C കൃഷ്ണപിള്ള. ഇവർ പ്രവർത്തിച്ചിരുന്ന സംഘടന മലയാളി സഭ എന്ന പേരിൽ അറിയപ്പെട്ട കേരളീയ നായർ സംഘടന. ഇനി 1915 ഈ നമ്മളുടെ നായർ ഫിദർ ജന സംഘം NSS ആയി മാറിയത്. നമ്മളിനി അങ്ങോട്ട് ഡേറ്റ് ഉൾപ്പെടെ പഠിക്കും. ഇനി നമ്മളെ കണ്ണൻ മേനോൻ നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? ഉത്തര
കേരള നായർ സമാജം. ഈ ഉത്തര കേരള നായർ സമാജം രൂപീകരിച്ചത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി രൂപീകരിച്ചു. ഇനി NSSന്റെ ലക്ഷ്യങ്ങൾ ഓർമ്മിക്കണം. NSSന്റെ ലക്ഷ്യങ്ങൾ ജാതി വ്യത്യാസം ഇല്ലാതാക്കുക. ഓർമ്മിക്കണം, ജാതി വ്യത്യാസം ഇല്ലാതാക്കുക. നായർ സമുദായത്തിലെ പ്രചാരത്തിലുണ്ടായിരുന്ന താലികെട്ട് എന്ന സമ്പ്രദായം, നായർ സമുദായത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന താലികെട്ട് എന്ന ദുരാചാരം ഇല്ലാതാക്കുക. നായർ സമുദായത്തിലെ കൂട്ടുകുടുംബ സമ്പ്രദായം ഒഴിവാക്കുക. ഇനി NSSന്റെ ആദ്യ സ്കൂൾ ആരംഭിച്ചത് 1915 കോട്ടയത്തെ കറുകാച്ചലിൽ ആരംഭിച്ചു. ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കെ കേളപ്പൻ. NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് 1947 ഓർമ്മ പെരുന്നയിൽ ആരംഭിച്ചു. അതിൻ്റെ ആദ്യ പ്രിൻസിപ്പൽ എന്നറിയപ്പെടുന്നത് TK നാരായണ അയ്യറാണ്. NSSന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് സർവീസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു SNDPയുടെ കാര്യം പറഞ്ഞു. വിവേകോദയം യോഗനാഥമായിട്ട് മാറി എന്നറിയ പുതിയ വേറെ പത്രമായിട്ട് മാറി. അപ്പോൾ ഇത് ഓർമ്മിക്കണം, NSSന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് സർവീസാണ്. സർവീസ് ആരംഭിച്ചത് 1919. എവിടെ നിന്ന് ആരംഭിച്ചത്? കറുകാച്ചലിൽ നിന്നാണ്. നമ്മളിവിടെ പറഞ്ഞു NSSന്റെ കോളേജ് ആരംഭിച്ചത് കറുകാച്ചലിലും, സ്കൂൾ ആരംഭിച്ചത് കറുകാച്ചലിലും, കോളേജ് ആരംഭിച്ചത് പെരുന്നയിലാണ്. അപ്പോൾ സ്കൂൾ ആരംഭിച്ച അതേ സ്ഥലത്തു നിന്നായിരുന്നു നമ്മൾ NSS സർവീസ് എന്ന പത്രം ആരംഭിച്ചു. വർഷം 1919. NSS രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. NSS രൂപീകരിച്ച പാർട്ടി ഏതാണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ആ സൈഡ് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ CV രാമൻപിള്ളയും C കൃഷ്ണപിള്ളയും പ്രവർത്തിച്ച സംഘടന ഏതാണ്? മലയാളി സഭ എന്നറിയപ്പെട്ട കേരളീയ നായർ സംഘടന. ഈ 1915 NSS ആയി മാറിയത്. അതിനുമ്പ് നായർ പിതൃജന സംഘമായിരുന്നു. ഇനി ഇതിന് ഈ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു കപ്പന കണ്ണൻ മേനോൻ. ഇയാൾ രൂപീകരിച്ച സംഘടനയാണ് ഉത്തര കേരള നായർ സമാജം. ഇത് രൂപീകരിച്ച തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിൽ രൂപീകരിച്ചു. NSSന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ജാതി വ്യത്യാസം ഇല്ലാതാക്കുക. നായർ സമുദായത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന താലികെട്ടെന്നുള്ള ദുരാചാരം ഒഴിവാക്കുക. ഇനി നമ്മുടെ നായർ സമുദായത്തിലെ കൂട്ടുകുടുംബ സമ്പ്രദായം ഒഴിവാക്കുക. NSSന്റെ ആദ്യ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ കോട്ടയത്തെ കറുകാച്ചലിൽ 1915. ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? K കേളപ്പൻ. NSSന്റെ ആദ്യ കോളേജ് 1947 പെരുന്നയിൽ. ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൾ എന്ന് പഠിക്കുന്നത് ബെറ്റർ. പ്രിൻസിപ്പൾ ആരായിരുന്നു? TK നാരായണ അയ്യർ. NSSന്റെ മുഖപത്രം ഏതാണ്? സർവീസ്. ആ വർഷം 1919. ആരംഭിച്ചത് അവിടെ നിന്നാണ്? കോട്ടയത്തെ കറുകാച്ചലിൽ നിന്ന് ആരംഭിച്ചു. NSS രൂപീകരിച്ച പാർട്ടി ഏതാണ്? നമ്മുടെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പോൾ NSS രൂപീകരിച്ച പാർട്ടി ഏതാണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഇനി നമ്മളിവിടെ അറിഞ്ഞിരിക്കണം, NSS ഓർമ്മിക്കണം, ഇത് ഉൽപ്പന്ന പിരിവുമായി വീടാന്തരം കയറി ഇറങ്ങി പാടിയൊരു പാട്ടാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അപ്പോൾ NSSുമായി ബന്ധപ്പെട്ട പാട്ടാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. വരികൾ രചിച്ചതാണ് പന്തളം കേരളവർമ്മ എന്നറിയപ്പെട്ട പന്തളം KP ആണ്. പരീക്ഷയ്ക്ക് നമുക്ക് പല പ്രാവശ്യം PSC പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്. ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് ഇടവേള എങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ NSS ഉൽപ്പന്ന പിരിവ് നടത്തി വീടാന്തരം കയറി ഇറങ്ങി പാടിയ പാട്ടാണ് നമ്മൾ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ആ ഗാനം രചിച്ചതാണ് പന്തളം കേരളവർമ്മ. NSS പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് കരയോഗമാണ്. അപ്പോൾ NSSന്റെ അടിസ്ഥാന ബേസ് എന്നറിയപ്പെടുന്നത് കരയോഗം. ഓർമ്മിക്കണം, കരയോഗം. NSSന്റെ നമ്മൾ ആദ്യ ഖജാഞ്ചി എന്നറിയപ്പെടുന്നത് പനങ്ങോട്ട് കേശവ പണിക്കറാണ്. അപ്പോൾ NSSന്റെ ആദ്യ ഖജാഞ്ചി എന്നറിയപ്പെടുന്നത് പനങ്ങോട്ട് കേശവ പണിക്കർ. നായർ പിതൃജന സംഘം ഓർമ്മിക്കണം, നായർ പിതൃജന സംഘം നമ്മളുടെ അല്ലെങ്കിൽ നായർ പിതൃജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? കാപ്പാന. നമ്മൾ നേരത്തെ പറഞ്ഞു കാപ്പാന കണ്ണൻ മേനോനാണ്. അപ്പോൾ ഓർമ്മിക്കണം, കാപ്പാന കണ്ണൻ മേനോനായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു നായർ പിതൃജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? കാപ്പാന കണ്ണൻ മേനോൻ. NSS എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? പരമു പിള്ളയാണ്. അപ്പോൾ NSS എന്ന പേര് നിർദ്ദേശിച്ചത് പരമു പിള്ളയും. നമ്മൾ നായർ പിതൃജന സംഘം എന്ന പേര് കാപ്പാന കണ്ണൻ മേനോൻ. NSSന്റെ ആദ്യ ഖജാഞ്ചി എന്നറിയപ്പെടുന്ന പനങ്ങോട്ട് കേശവ പണിക്കറാണ്. അപ്പം ഇതിനകത്തുള്ള നമുക്ക് ഇനിയും ജസ്റ്റ് ഒരിക്കൽ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കിടക്കാം. അപ്പോൾ NSS രൂപമാണ് 1914 ഒക്ടോബർ 31. NSSന്റെ ആദ്യകാലം നമ്മൾ നായർ പിതൃജന സംഘം. NSSന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന K കേളപ്പൻ. ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഇതിനകത്ത് നമ്മൾ പറയും നമ്മളുടെ ഈ ബാക്കി നമ്മളുടെ കുറച്ച് കാര്യം നമ്മുടെ NSSന്റെ ചോദിക്കാൻ സാധ്യത. ഇതിനു മുമ്പേ പ്രവർത്തിച്ച CV രാമൻപിള്ളയും CV കൃഷ്ണപിള്ളയും ഇവർ രൂപീകരിച്ച അവർക്ക് നേരത്തെ നൽകിയ മലയാളി സഭ എന്നറിയപ്പെട്ട നമ്മൾ കേരളീയ നായർ സംഘടന രൂപീകരിച്ചു. ഇനി നമ്മളെ കാപ്പാട്ട് കണ്ണൻ മേനോനാണ് നമ്മൾ തൃശ്ശൂരിലെ തൃശ്ശൂരിൽ വടക്കാഞ്ചേരി രൂപീകരിച്ചു. ഉത്തര കേരള നായർ സമാജം രൂപീകരിച്ചു. ഇനി നമ്മൾ പറയുക NSSന്റെ ആദ്യം നമ്മളുടെ
സ്കൂൾ ആരംഭിച്ചത് അറിയാം 1915 കറുകാച്ചിൽ ആരംഭിച്ചു. കോളേജ് ആരംഭിച്ച് 47 നമ്മൾ പെരുന്നയിൽ ആരംഭിച്ചു. ഇനി നമ്മൾ NSS രൂപീകരിച്ച പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് NSS ഓർമ്മിക്കുന്നത്. NSS ഉൽപ്പന്ന പിരിവ് നടത്തി വീടാന്തരം കയറിറങ്ങി പാടിയ പാട്ടേതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഈ വരികളുടെ ടീച്ചറാണ് പന്തളം കേരളവർമ്മ. NSSന്റെ NSS പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് കരയോഗമാണ്. NSS പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ബേസ് എന്നറിയപ്പെടുന്ന കരയോഗം. NSSന്റെ ആദ്യ ഖജാഞ്ചി എന്നറിയപ്പെടുന്നത് നമ്മുടെ പനങ്ങോട്ട് കേശവ പണിക്കറാണ്. NSS പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഖജാഞ്ചി എന്നറിയപ്പെടുന്നത് പനങ്ങോട്ട് കേശവ പണിക്കർ. നായർ പിതൃജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചാരാണ് കാപ്പാന കണ്ണൻ മേനോൻ. NSSന് ആദ്യകാല നാമമായ നായർ പിതൃജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കാപ്പാന കണ്ണൻ മേനോൻ. NSS എന്ന പേര് നിർദ്ദേശിച്ചത് പരമു പിള്ളയാണ്. NSS എന്ന പേര് നിർദ്ദേശിച്ചത് പരമു പിള്ള. ഇനി നമ്മളുടെ NSSന്റെ ഓർമ്മിക്കണം. NSSന് ആദ്യ കരയോഗം രൂപം കൊണ്ടത് 1929 തട്ടയിലാണ്. അപ്പോൾ NSSന്റെ ആദ്യ NSS കരയോഗ രൂപം കൊണ്ടത് 1929 തട്ടയിലാണ്. 1929 തട്ടയിൽ. ഈ NSS ഓർമ്മിക്കണം. നമ്മളുടെ ആദ്യകാലം ഞാൻ പറഞ്ഞു നായർ പിതൃജന സംഘം NSS ആയി മാറിയത് 1915 ജൂലൈ 11 അപ്പോൾ NSS രൂപം കൊണ്ടത് ചോദിച്ചാൽ 1914 ആദ്യമായിട്ട് രൂപം കൊണ്ടത് നമ്മുടെ നായർ പിതൃജന സംഘം. ഈ നായർ പിതൃജന സംഘം NSS ആയി മാറിയത് 1915 ജൂലൈ മാസം 11 നമ്മളിവിടെ പറഞ്ഞതുപോലെയാണ്. ആദ്യം നമ്മൾ വാവൂട്ടിയോഗമായി, പിന്നെ SNDP ആയിട്ട് മാറി. അവിടെ നമ്മൾ നായർ പിതൃജന സംഘമായി, പിന്നെ നമ്മൾ NSS ആയി മാറി. പക്ഷേ ചില പരീക്ഷകളിലാണ് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യ ഖജാഞ്ചി പനങ്ങോട്ട് കേശവ പണിക്കർ ഓർമ്മിക്കണം. ആദ്യ പ്രസിഡന്റ് K കിളപ്പൻ, ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഈ നായർ പിതൃജന സംഘം കാപ്പാന കൃഷ്ണൻ മേനോൻ. ഇനി നമ്മളുടെ NSS എന്ന പേര് നിർദ്ദേശിച്ചാരാണ് പരമു പിള്ളയാണ്. അപ്പോൾ ഇതും ഏകദേശം എനിക്ക് NSS ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കിത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് നമുക്ക് അല്പം ഫാസ്റ്റായിട്ട് തന്നെ. അപ്പോൾ അതാണ് നമുക്ക് അടുത്തതിന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സംഘടന യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന സംഘടനയാണ്. അപ്പോൾ യോഗക്ഷേമ സഭ ഓൾറെഡി നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചവരാണ് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചവരാണ് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 എവിടെയാണ് കോര എന്ന സ്ഥലത്താണ്, കോരയിൽ രൂപം കൊണ്ടു. അപ്പോൾ യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 ഇവിടെ കോരയിൽ രൂപം കൊണ്ടത് ശിവരാത്രി ദിവസം ഓർമ്മിക്കണം. ശിവരാത്രി ദിവസം ചെറുമുക്ക് വൈദികന്റെ ഭവനത്തിലാണ്. ഓർമ്മിക്കണം, ശിവരാത്രി ദിവസം ചെറുമുക്ക് വൈദികന്റെ ഭവനത്തിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? അത് നമ്മളുടെ യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭയുടെ മുഖ്യ ലക്ഷ്യം നമ്പൂതിരിമാരുടെ ഇടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുക. അപ്പോൾ ഓർമ്മിക്കണം, നമ്പൂതിരിമാരുടെ ഇടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘടന ഏതാണ്? അത് നമ്മളുടെ യോഗക്ഷേമ സഭയാണ്. അപ്പോൾ നമ്പൂതിരിമാരുടെ ഇടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘടന ഏതാണ്? അത് നമ്മളുടെ യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ ആദ്യകാല നേതാക്കൾ എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാട് ആൻഡ് VT ഭട്ടതിരിപ്പാടാണ്. അപ്പം ചിലപ്പം ചോദിക്കാം, കേരളത്തിലെ ഏത് ആദ്യകാല മുഖ്യമന്ത്രിയാണ് നമ്മൾ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? അത് നമ്മൾ EMS നമ്പൂതിരിപ്പാട്. കൂടെ ഉണ്ടായിരുന്നാണ് VT ഭട്ടതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭ ആരംഭിച്ച മാസികയുടെ പേരാണ് യോഗക്ഷേമം എന്നറിയും. യോഗക്ഷേമം വർഷം 1911. അപ്പോൾ യോഗക്ഷേമ സഭ രൂപീകരിച്ചാണ് യോഗക്ഷേമം, വർഷം 1911. ഇനി അതിനുശേഷം ആരംഭിച്ച പത്രമാണ് ഉണ്ണി നമ്പൂതിരി എന്ന വാരിക ആരംഭിച്ചത് 1920. നമ്മൾ പറഞ്ഞു NSSൻ്റെത് സർവീസ് നമ്മൾ പറഞ്ഞു, SNDPയുടെ വിവേകോദയം യോഗനാഥം പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു യോഗക്ഷേമം 1911 20 മുതൽ ഉണ്ണി നമ്പൂതിരി എന്ന മാസിക ആരംഭിച്ചു. അപ്പോൾ ഉണ്ണി നമ്പൂതിരി ആരംഭിച്ചത് നമ്മുടെ യോഗക്ഷേമ സഭ. ഇനി യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് അന്തർജനം എന്നാണ്. അപ്പോൾ യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേര് അന്തർജനം. ഈ അന്തർജനത്തിലാണ് അവരാണ് പാലിയം സത്യാഗ്രഹം. നമ്മളറിയാം, നമ്മളുടെ ഈ പാലിയം സത്യാഗ്രഹം AG വേലാതൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നത് പാലിയം സത്യാഗ്രഹം 1947. അപ്പോൾ ഇതിനകത്ത് ഓർമ്മിക്കുന്നത് യോഗക്ഷേമ സഭ പ്രതിദാനം ചെയ്ത അല്ലെങ്കിൽ വനിതാ വിഭാഗം എന്നറിയപ്പെടുന്നത് അന്തർജന വിഭാഗമാണ്. ഇനി 1931 നമ്മളുടെ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു യാചന പദയാത്ര. പരീക്ഷ ചോദിക്കാനാണ്. യാചന പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ VT ഭട്ടതിരിപ്പാട് എവിടം മുതൽ എവിടം വരെയായിരുന്നു? തൃശ്ശൂർ മുതൽ കാസർഗോഡിലെ ചന്ദ്രഗിരി പുഴ വരെയാണ്. അപ്പോൾ എത്ര ദിവസമായിരുന്നു? 38 ദിവസമാണ്. പരീക്ഷയ്ക്ക് ഇതെല്ലാം ചോദ്യമാണ്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയതാണ് യാചന പദയാത്ര. എത്ര ദിവസം? 38 ദിവസം. എവിടം മുതൽ എവിടം വരെയായിരുന്നു? തൃശ്ശൂർ മുതൽ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴ വരെയാണ്.
അപ്പോൾ നമ്മുടെ യോഗക്ഷേമ സഭ 1908 രൂപം കൊണ്ട് എവിടെയാണ് കോരയിൽ രൂപം കൊണ്ടു. സ്ഥാപിച്ചവരാണ് VT ഭട്ടതിരിപ്പാട്. പ്രധാന ചോദ്യമാണ് VT ഭട്ടതിരിപ്പാട്. ഈ രൂപം കൊണ്ടത് ശിവരാത്രി ഓർമ്മിക്കുന്ന ശിവരാത്രി ദിവസം ചെറുമുക്ക് വൈദികന്റെ ഭവനത്തിൽ ലക്ഷ്യം നമ്പൂതിരിമാരുടെ ഇടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ആദ്യകാല നേതാക്കൾ EMS നമ്പൂതിരിപ്പാടാണ്ട് VT ഭട്ടതിരിപ്പാട്. ആദ്യകാല നേതാക്കൾ EMS നമ്പൂതിരിപ്പാടാണ്ട് VT ഭട്ടതിരിപ്പാട്. ആദ്യമായിട്ട് ആരംഭിച്ച മാസിക എന്നറിയപ്പെടുന്നത് യോഗക്ഷേമം, വർഷം 1911. അത് നമ്മൾ ഉണ്ണി നമ്പൂതിരി മാസിക പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1920. യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേര് അന്തർജനം. അവരാണ് നേതൃത്വം നൽകിയത് പാലിയം സത്യാഗ്രഹത്തിന്. ഇനി നമ്മൾ ഈ VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട ഒരു യാത്രയായിരുന്നു യാചന പദയാത്ര. വർഷം 1931. എത്ര ദിവസമായിരുന്നു? 38 ദിവസം. എവിടം വരെ? തൃശ്ശൂർ മുതൽ കാസർഗോഡ് ജില്ലയുടെ നമ്മളുടെ ചന്ദ്രഗിരി പുഴ വരെ. ഇനി ഇതിൻ്റെ ലക്ഷ്യം ഓർമ്മിക്കണം. ഇതിൻ്റെ ലക്ഷ്യം ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി സാമുദായിക പുരോഗതി കൈവരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ ഓർമ്മിക്കണം, ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി സമുദായ പുരോഗതി കൈവരിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പം പ്രത്യേകിച്ച് ഓർമ്മിക്കണം, ഈ യാചന പദയാത്ര എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചത് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി സാമുദായിക പുരോഗതി കൈവരിക്കുക, അതിനുവേണ്ടി നടത്തിയതായിരുന്നു നമ്മളെ VT ഭട്ടതിരിപ്പാട് യാചന പദയാത്ര. ഇനി നമ്മൾ ഈ VT ഭട്ടതിരിപ്പാടിന് പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, യാചന പദയാത്രയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധനായ വ്യക്തി, നമ്മുടെ യോഗക്ഷേമ സഭയിലൂടെ ബന്ധപ്പെട്ട വ്യക്തി. അങ്ങനെ നമ്മൾ യോഗക്ഷേമ സഭയുടെ 2 പേര് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ് VT ഭട്ടതിരിപ്പാട്. നമുക്കപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് വീണ്ടും നമ്മളുടെ വനിതാ വിഭാഗം നമ്മൾ അന്തർജനം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്തർജന വിഭാഗമായിരുന്നു നമ്മളെ പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കി എഴുതിയിട്ടിട്ട് ബാക്കി നമുക്ക് പഠിക്കാം.